ഹ്രീം ധൂം ദുർഗായേ നമഃ. ഓം ഹ്രീം ധൂം ദുർഗായേ നമഃ. ഓം ഹ്രീം ധൂം ദുർഗായേ നമഃ. തള്ളത്തിനും കർക്കടക്കാളി പിള്ളത്തിനും മതമരക്ഷി രതികാമ ഗന്ധുകാമ ഗന്ധർവകാമ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള ഒരു ഭാഗത്ത് നിറയെ പനകളായിരുന്നു. ആ നിറയെ പനയുള്ള ആ കൂട്ടത്തിൽ കൂടി ഒരു അമ്മ വിരുന്ന് പോയിട്ട് വരികയായിരുന്നു. അമ്മയ്ക്ക് പോകാൻ വഴികൾ പലതും ഉണ്ട് വെച്ചെങ്കിൽ ശരി, അമ്മ ഈ പനകൾ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. ആ പനയുടെ ഉള്ളിൽ കൂടെ പോകുന്നത് അമ്മ. അപ്പോൾ അത് ഇറങ്ങുന്നത് ഒരു കുളത്തിലേക്ക്. ആ കുളം കഴിഞ്ഞാൽ ഒന്ന് വട്ടം വെച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇതിൽ എളുപ്പവഴി ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്തോ ഈ പനയുടെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകുന്നു, പനകൾ നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ പോകുന്ന സമയത്താണ് അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് പനയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കടന്ന വശം പെട്ടെന്ന് ആരും പിടിച്ച മാതിരി തോന്നി. അങ്ങനെ അമ്മ വീണ്ടും കുതറി നോക്കുമ്പോൾ പോരണില്ല. അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ അമ്മയുടെ സാരി ആ പനയിൽ കുളത്തി പിടിച്ച് കയറുന്നു. അങ്ങനെ അമ്മയ്ക്ക് ആകെ വീണ്ടും സമ്മർമ്മമായി. അമ്മ വിളിച്ചു. അതൊരു ചെറിയൊരു ഇരുട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ വിചാരം പനയമ കുളത്തിന്നല്ല, ആരും പിടിച്ചിട്ടുണ്ടെന്നായിരുന്നു. ആ ഊക്കിൽ വലിച്ച വശം അതൊരു ആണിയിലാണ് കുളത്തിയിട്ടുണ്ടായിരുന്നത്. ആ ആണി വളരെ വർഷങ്ങൾക്ക് മുൻപ് അടിച്ച് കയറ്റിയിട്ടുള്ള കാരണം ദ്രവിച്ച് തുരുമ്പ് പിടിച്ച് ഈ വലിയിൽ അതങ്ങനെ ഊരിപ്പോകുന്നു. പിന്നെ അതിനുശേഷം ആ അമ്മയ്ക്ക് വളരെയധികം ദുരിതങ്ങളായി. അമ്മ വേറെ ആരോ ആയിത്തീരുന്നത് പോലെ അവസ്ഥയായി. സന്ധ്യാസമയങ്ങളിൽ, നട്ടുച്ച സമയങ്ങളിൽ, പിന്നെ സമയങ്ങളിലല്ലാണ്ടായി. ശരീരകം മാന്തി പൊളിക്കുക, ഓടുക, കരയുക, എല്ലാം വലിച്ചു കളയുക. അതേപോലെ തന്നെ മക്കളെ അന്വേഷിക്കുക, ഭർത്താവിനെ അന്വേഷിക്കുക, ഓടിയിട്ട് കരയുക. അങ്ങനെ അത് ഭയങ്കര ശല്യങ്ങളായി, ഭയങ്കര ഉപദ്രവമായി. വീട്ടുകാർക്ക് അതിലേറെ വിഷമമായിട്ട് നോക്കുമ്പോൾ അമ്മേനെ പൂട്ടിയിടുന്നൊരവസ്ഥയായി. വർഷങ്ങളോളം പൂട്ടിയിട്ടു. ചികിത്സകൾ നടക്കുന്നുണ്ട്, മാന്ത്രിക കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് കർമ്മങ്ങൾ ചെയ്തിരുന്നൊരു ആൾ പറഞ്ഞു അദ്ദേഹം. അപ്പോൾ ഇത് സംഗതി ഉണ്ടായിട്ട് വളരെ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇത് ശക്തമായിരിക്കുന്ന ഒരു യക്ഷിയായിരുന്നു. ആ യക്ഷിയുടെ ഉപദ്രവം സഹിക്കുക വയ്യാതെ കാരണം അതിനെ ആണിയിൽ ആവാഹിച്ചിട്ട് അവിടെ തളച്ചിട്ട് കയറുന്നു. പക്ഷെ അന്ന് ഈ ആണി തളയ്ക്കുന്ന സമയത്ത് ചെറിയ കരിമീനുകളായിരുന്നു. ഇപ്പോൾ കണ്ണെത്താ ദൂരത്തിൽ അത്രയും വലിപ്പായിട്ടുള്ള കരിമീനുകളായി. അതോടെ ഇതും ദ്രവിച്ചിരിക്കണം. അങ്ങനെ ആ പൂജാരി പറഞ്ഞിരുന്നു, ഈ അമ്മ മരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വേണ്ടപ്പെട്ട ആരും ഇതിൻ്റെ അടുത്തുണ്ടാകാൻ പാടില്ല, അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല, ആളവിടെ കിടന്ന് മരിച്ചോട്ടാൻ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സ്വന്തം മകൾ, ആകെ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മയുടെ സംഭ്രമം കണ്ടിട്ട് അമ്മേനെ മരിക്കുന്നവരെ, ജീവൻ പോണവരെ ഈ മകൾ ഇതിനെ പരിപാലിച്ചു. വെള്ളം കൊടുത്തു, മടിയിൽ വെച്ചു, കെട്ടിപ്പിടിച്ചു, കരഞ്ഞു, സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അവസാനം മരിച്ച സമയത്ത് അപ്പോൾ ആ പൂജാരി അല്ലെങ്കിൽ കർമ്മി പറഞ്ഞിരുന്നു, അമ്മ മരിക്കുന്ന സമയത്ത് ആരുണ്ടാവണമെന്ന് വെച്ചെങ്കിൽ ഈ ശരീരത്തിലുള്ള ഈ രക്ഷസ് അല്ലെങ്കിൽ യക്ഷി നേരെ ആരായിരിക്കുന്നത് വെച്ചാൽ അവരുടെ ശരീരത്തിലേക്ക് വരുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഇവർ മറന്നിട്ട് എന്തോ പറഞ്ഞ പോലെ തന്നെ അമ്മ മരിച്ചു. ആ സംഭവം നേരെ ഈ മകളുടെ ശരീരത്തിലേറ്റു. ശരീരമൊക്കെ മാന്തി പൊളിക്കുക, രക്തത്തിൽ കുളിക്കുക, അതിൽ ആസ്വദിക്കുക, അതേപോലെ തന്നെ വിസർജിക്കുക, അത് എടുത്ത് ഭക്ഷിക്കുക, അങ്ങനെയുള്ള ദുരിതങ്ങളായി. അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് മാന്ത്രികന്മാർ പരീക്ഷിച്ചു. അപ്പോൾ എനിക്കും കിട്ടിയതുപോലൊരു അവസരം. അപ്പോൾ അന്ന് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്നിട്ട് പറയുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആ കാലത്ത് അതിലും മുൻപ് അവരുടെ വീട്ടിൽ പണിക്ക് വന്നിരുന്ന ഒരു സ്ത്രീനെ അവിടുത്തെ ഒരു കാരണവർ ബലാത്കാരം ചെയ്തു. ആളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു. ആൾ മരിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കില്ല. പക്ഷെ അത് അങ്ങനെ അവിടെ ഒരു പാടത്ത് ചേറിൽ പൂത്തി കഴിഞ്ഞു, ചെളിയിൽ. അത് വൈകാതെ ആ പരിസരമൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞു. അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതിനെ ആ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ പരിസരത്ത് എല്ലാവരെയും, ആണുങ്ങളെയും പെണ്ണുങ്ങളെന്നല്ല എല്ലാവരും കൊല്ലാൻ തുടങ്ങി. ഈ ഉപദ്രവിച്ച വീട്ടിലെല്ലാവരെയും അവർ തകർത്തു. അങ്ങനെയാണ് അതിൻ്റെ ശല്യം സഹിക്കുക വയ്യാതായപ്പോഴാണ് കർമ്മികളെല്ലാം ചേർന്ന് ആണിയിൽ അതിനെ ബന്ധിച്ചിട്ട് കരിമീനിലടിച്ചത്. അപ്പോൾ എന്തോ ഒരു യോഗം. ആ കുടുംബത്തിൽ തന്നെയാണ് ഈ അമ്മ വരുന്ന വഴിക്ക് ഈ ആണിയമെ സാരി കൊളത്തി അത് ദ്രവിച്ചിരിക്കുന്ന കാരണം അത് ആണി പൊട്ടി. ആ പൊട്ടിയോടെ കൂടിയിട്ട് വീണ്ടും അതിൻ്റെ സാന്നിധ്യം അമ്മയുടെ ശരീരത്തിലേക്കായി.
അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിച്ചു, ഒരുപാട് ദുരിതങ്ങൾ. അതേപോലെ തന്നെ അത് വരുന്ന സമയങ്ങളുണ്ട് ഇതിൻ്റെ ശരീരത്തിലേക്ക്. അത് വന്നു കഴിഞ്ഞാൽ മറ്റൊരാളായി തീരണം ഈ പെണ്ണ്. അങ്ങനെ മക്കളും എല്ലാവരും കാണിച്ചിരിക്കൽ തന്നെ വസ്ത്രങ്ങളില്ലാതെ രാത്രി 1 മണി 2 മണിക്കൊക്കെ ഈ പനയുടെ ഭാഗത്തേക്ക് പോവുക, കുളിക്കുക, ഇരിക്കുക, കരയുക, വരിക, നിറയെ പൗഡറൊക്കെ ഇട്ടിട്ട് പിന്നെ വേറെ സ്വരൂപമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിനെ ചെയ്ത കർമ്മികൾക്കൊക്കെ ശക്തമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ടാവുക, മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് എനിക്കും ഈ കർമ്മം ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് കർമ്മങ്ങൾ ചെയ്ത് 2-3 തവണ കർമ്മങ്ങൾ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. പക്ഷേ എന്നിരുന്നാലും അതിനെ ബന്ധിച്ചു, കൃത്യമായിട്ട് ബന്ധിച്ചു. പക്ഷെ അവർക്ക് അത്രയും വർഷങ്ങളായിട്ട് അതിനോടുകൂടി രമിച്ച് നിന്നിരുന്ന കാരണം ആ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ ഇത് ആളെ നിന്ന് മാറാൻ കഴിഞ്ഞില്ല. ഉപദ്രവങ്ങളൊന്നുമില്ല, പക്ഷേ എപ്പോഴും കൂട്ടിനുണ്ട് എന്നുള്ളതിൽ. അപ്പോൾ ചില പ്രേത സാന്നിധ്യങ്ങൾ പറയുന്നുണ്ട്, രതികാമ, ഗന്ധുവാമ, ഗന്ധർവകാമ. ഇതിൽ തന്നെ ഈ രതികാമ അങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഏതൊരു മാന്ത്രികനും അതിനെ ഒഴിവാക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ആ ആളുടെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ആളുടെ ആത്മാവ് കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ ഈ കഥയല്ല ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നെന്നും. അപ്പോൾ ഇത് കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതേപോലെ എന്നെപ്പോലത്തെ കർമ്മികളുണ്ടായിരുന്നവർക്ക് ഒരു പാഠമാകട്ടെ. ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സിനിമയിലേ കാണാൻ കഴിയുള്ളൂ. അപ്പം നമ്മളത് ഇതിൻ്റെ ഈ കർമ്മം ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുരിതങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും നമ്മൾ മറികടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.